ഹേയ് ഗൈസ്, അപ്പോൾ നമ്മൾ 3 പേരും കൂടിയിട്ട് ഒരു ഡാം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. പത്താഴക്കുണ്ട് ഡാം എന്നാണ് പേര്. അപ്പോൾ നമ്മൾ കല്യാണത്തിന് മുന്നേ എന്താ പറയുക, റിലേഷനായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പോയിരുന്ന ഒരു മെയിൻ സ്പോട്ടായിരുന്നു. നമുക്കിങ്ങനെ കുറേ സ്പോട്ടുകളുണ്ടാവില്ല, അതിൽ മെയിനായിരുന്നു. കുറേ സ്ഥലങ്ങളിലേക്ക് പോയിരുന്നു, ഇത് മെയിൻ സ്പോട്ടായിരുന്നു. എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു സ്ഥിരമായിട്ട് ഇങ്ങോട്ട് പോകാറുള്ളത്. അപ്പോൾ കുറേ കാത്തിരുന്നതിന് ശേഷമാണ് കേട്ടോ ഇങ്ങോട്ട് പോണത്. അപ്പോൾ പോണ വഴിയിൽ ഈ ഒരു വീട് കണ്ട, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ ഷോപ്പ്. ഇവിടെ നിന്നായിരുന്നു നമ്മൾ സ്ഥിരമായിട്ട് ബേക്കറിയും ലേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി കൈ പിടിച്ചിട്ട് നമ്മൾ ഡാമിൽ പോയിരുന്നിട്ട് കഴിക്കും. ഡാമെന്ന് വെച്ചാൽ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഡാമായിരുന്നു. നമുക്ക് കുറേ നേരം ഇരിക്കാനും സംസാരിക്കാനും മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവണ ഒരു ഡാമാണ് കേട്ടോ. അടുത്ത് തന്നെ റിസോർട്ടുകളും തൊട്ടടുത്ത് എല്ലായിടത്തും ചുറ്റോറം വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വൈബായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ കുറേ ഒന്നും പോകണം എന്ന് വിചാരിക്കും. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. കല്യാണം കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് ടൈം ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് അതിനുള്ള ടൈം സെറ്റായത്. പിന്നെ നമ്മൾ മാത്രമല്ല, നമ്മുടെ കുട്ടിയുണ്ട് കൂടെ. അപ്പോൾ ഇന്ന് നമ്മൾ മാത്രം പോയിരുന്ന സ്ഥലത്തേക്ക് നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം കുട്ടി എന്ന് പറയുമ്പോൾ അത് പ്രത്യേക സുഖമാണ് കേട്ടോ അതൊക്കെ ഫീൽ ചെയ്യാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, കുറേ നാൾ വെയിറ്റ് ചെയ്തതിന് ശേഷം പോകുമ്പോൾ അതൊരു പ്രത്യേക സുഖം. അപ്പോൾ ഡാമിലൊക്കെ മഴ പെയ്ത് അത്യാവശ്യം നല്ലോണം വെള്ളം കിട്ടും. അപ്പോൾ അതൊക്കെ ക്ലോസ് ചെയ്തേക്ക് അങ്ങോട്ട് ഇറങ്ങാനൊക്കെ പറ്റിയിരുന്നു. പക്ഷെ അവിടെയൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഉണ്ണിക്കാണെങ്കിൽ എന്താ വെള്ളം പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണ്. വെള്ളത്തിൽ എങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ കയറുന്നില്ല. അപ്പോൾ അവനാണെങ്കിൽ ചാടാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടും ഇതാണെങ്കിൽ ഇപ്പോൾ ഉറക്കത്തിന് എണീച്ചിട്ടുള്ള വണ്ടിയിൽ കാറ്റടിച്ചിട്ട് അപ്പോൾ ഉറങ്ങും. അപ്പോൾ അന്ന് എണീപ്പിച്ചപ്പോൾ കുട്ടി കാണുന്നത് ഈ ഡാമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറാണത്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് വീഡിയോ അങ്ങനെ എല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. നമുക്കൊരു 30 മിനിറ്റ് 30 സെക്കൻഡേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഓരോരോ പാട്ടായിട്ട് ഇടാം. അപ്പോൾ ഇതാ കണ്ട, വെള്ളത്തിൽ കളിക്കണം എന്നാണ് അവൻ കൈ കൊണ്ട് കാട്ടുന്നത്. ഇത് ഇറങ്ങാനൊക്കെ അടിപൊളിയാണ്. കുറേ ഉണ്ട് സ്റ്റെപ്പ്, പക്ഷേ കയറാൻ കുറച്ച് ടാസ്ക്കാണ്. പ്രത്യേകിച്ച് ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ നല്ലോണം തടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കിതക്കിയിരുന്നു കയറുമ്പോഴൊക്കെ. അപ്പോൾ ഞാൻ വോയിസ് ഓവറാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഇതേപോലെ ചെറിയ ചാലിൽ കൂടെയൊക്കെ വെള്ളം അങ്ങനെ തോട്ടിലേക്കും പുഴയിലേക്കൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ മെയിൻ എൻട്രൻസിലേക്ക് പോവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടുവിൽ റോഡ്, അപ്പുറത്ത് ഇപ്പുറത്തുള്ളത് ഈ ഒരു സെക്ഷനും അപ്പുറത്തെ ഭാഗത്തുള്ളത് ഡാമാണ് കേട്ടോ. അങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ പോയി ഇരിക്കണ സ്ഥലം ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അങ്ങോട്ട് പോയിട്ടില്ല. കാരണം അവിടെയൊക്കെ പുല്ലും മൊന്തയൊക്കെ വന്നിട്ട് ഞാൻ ആകെ നിറഞ്ഞേക്കുക. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഒരു ദിവസം നമ്മൾ സ്ഥിരമായിട്ട് പോയി ഇരിക്കണ ഒരു സ്പോട്ട് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ മെയിൻ എൻട്രൻസിലേക്ക് കിടക്കുകയാണ്. പക്ഷെ ഇത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ടൈമിൻ്റെ ഒരു പരിമിതി ഉണ്ട്. അപ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഈ സ്ഥലം കാണാനായിട്ട്.